അപ്പോ ഗുഡ് മോർണിംഗ്. നമ്മുടെ മൂന്നാമത്തെ ദിവസം ശ്രീലങ്കയിൽ സ്റ്റാർട്ട് ആവുകയാണ്. നേരെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു. അടിപൊളി ഹോസ്റ്റലായിരുന്നു, നല്ല ഹോസ്റ്റലായിരുന്നു. ഏകദേശം 30 ദിറംസ് ആണ് ഞാൻ അതിന് കൊടുത്തത്. നല്ല റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്നത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇപ്പൊ കാൻഡി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് എല്ലയിലേക്കാണ് പോകുന്നത്. യെസ്, നമ്മള് കാൻഡി റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ളത് വേൾഡില് അല്ലെങ്കിൽ ഏഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൻ റൈഡ്സ് എന്ന് അറിയപ്പെടുന്നത് കാൻഡിന്ന് എല്ലയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എല്ലാ ടു കാൻഡിയുള്ള ഈ ഒരു റൂട്ടാണ്. 6 മുതൽ 7 മണിക്കൂർ എടുക്കുന്ന ഈ റൂട്ടില് നമ്മളിപ്പോ കാൻഡിന്നാണ് നമ്മൾ കയറുന്നത്. സോ ഇതിന് ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഉള്ളോട് കയറിയിട്ട് പറഞ്ഞുതരാം. നമ്മള് ഇവിടെ കൗണ്ടറിൽ വന്ന് അന്വേഷിച്ചിട്ട് ഒരാളൊന്നും ഇല്ല ഇപ്പം തീരെ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8:45 ട്രെയിൻ കംപ്ലീറ്റ്ലി ഫുള്ളാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ഇനി കയറാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ റിസർവ്ഡ് ടിക്കറ്റിന് 1200, നോൺ റിസർവ്ഡിന് 600 വരുന്നത്. അതായത് എനിക്ക് വേണമെങ്കിൽ നിന്നിട്ട് പോവാം ആ ട്രെയിനിൻ്റെ അകത്ത്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടുന്ന് എല്ലാം വരെ ഒരു 6 മണിക്കൂറുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് നിന്ന് പോകേണ്ടി വരും. അതിന് വേണമെങ്കിൽ നമ്മൾ അവിടെ ഒരു 8 മണിക്ക് ശേഷം ഈ കൗണ്ടറിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും, ടിക്കറ്റ് നിന്നിട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി 11:15 ടിക്കറ്റ് ഉണ്ട്, എനിക്ക് അത് വെച്ചിട്ടും പോകാൻ പറ്റും. അതിൽ എനിക്ക് സീറ്റ് കൺഫേംഡ് ആണ്, എനിക്ക് ഒരു സീറ്റ് ഉണ്ട്, എനിക്ക് ആ സീറ്റിൽ ഇരുന്നിട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്ക് 5:30 ആവും. മറ്റേത് നമുക്ക് 3:30 എത്താൻ പറ്റും. അപ്പം നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. സോ നമ്മള് ട്രെയിനിന്റെ ടിക്കറ്റ് നമുക്ക് 11 മണിന്റെ ടിക്കറ്റ് എടുത്തില്ല, പകരം നമ്മൾ ഈ ഒരു ട്രെയിൻ നേരത്തെ ഉള്ളത് എടുത്ത് കുറച്ച് നേരത്തെ അവിടെ എത്തി നമുക്ക് സ്ഥലങ്ങൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഉള്ളോട്ടേക്ക് കയറാൻ പോവാണ്. എല്ലാവരും വെയിറ്റിംഗിലാണ്. ഒരു 15 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട് ഓൾറെഡി. 9 മണിക്ക് വരുന്ന പറഞ്ഞേ. സോ വെയിറ്റിംഗ്. പ്ലാറ്റ്ഫോം 2 എത്തുന്ന പറഞ്ഞേ. നല്ല ക്രൗഡ് അവിടെ. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഒരു 90% ഫോറിനേഴ്സ് മാത്രമാണ്, കാരണം ഇത് അത്രയും ഹൈപ്പാണ്. എന്തായാലും നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൈഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും സീറ്റിലൊന്നും ഇരിക്കില്ല, നമ്മൾ കുറെയൊക്കെ വന്നിട്ട് പുറത്തിറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നിട്ട് പോകാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത്. ഇപ്പോൾ 12Go ഏഷ്യയിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, 12goasia.com ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ One Book Away എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ഇവരുടെ ശ്രീലങ്കയുടെ വെബ്സൈറ്റ് തന്നെ കയറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ നോക്കുന്ന സമയത്ത് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ടിക്കറ്റ്സ് ഉണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം എന്നുള്ള ലെവലിൽ നിന്ന് ഡേറ്റ് കൺഫേം അല്ലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോഴേക്ക് ആ ഡേറ്റ് ഒക്കെ പോയി. പിന്നീട് എനിക്ക് കിട്ടിയത് ഈ 11 o'clock. അപ്പോൾ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചാണ്, എന്തെങ്കിലും ഒരു കാരണവശാൽ കയറാൻ പറ്റില്ലെങ്കിൽ 11 o'clock പോകാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഓൺലൈൻ ടിക്കറ്റ്സിന് റിസർവേഷൻ ടിക്കറ്റിന് ഭയങ്കര പ്രൈസാണ്. ഇവിടെ സ്റ്റേഷനിൽ നമുക്ക് അതിൻ്റെ ഹാഫിന് കിട്ടും. ഇപ്പം ഞാൻ അൺറിസർവ്ഡ് 600 എടുത്ത്, ഇതിൻ്റെ റിസർവ്ഡിന് 1200. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ട്രെയിന് മൂവ് ചെയ്തതിന് ശേഷം പറയാം. ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് ക്ലാസ്സിന്റെ ലുക്സ് എന്ന് പറയുന്നത്. ഒരു പാൻട്രി ഉണ്ട് ഇവിടെ. അതുപോലെ അതാ ജസ്റ്റ് നമ്മൾ സിമ്പിൾ ട്രെയിൻസ് തന്നെയാണ്, നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ് സെക്കൻഡ് ക്ലാസ്സിലുള്ളത്. സെക്കൻഡ് ക്ലാസ് റിസർവ്ഡ് ആണിത്. ഇവിടെ ഇനി ആരെങ്കിലും വരുമ്പോൾ നമ്മൾ നേരിട്ട് കൊടുക്കേണ്ടി വരും. ലഗേജ് വെക്കാനുള്ള ഇതുണ്ട്. കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടേ പോകുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് സ്റ്റേഷൻസിൽ നിർത്തിയിട്ടൊക്കെ അങ്ങനെ പോകുന്നതാണ്. ഒരുപാട് സ്റ്റേഷൻസിൽ സ്റ്റോപ്പ് ചെയ്ത് വലിയ സ്പീഡില്ല ട്രെയിനിന്. ഇതൊരു പകുതി വഴി പിന്നിടുമ്പോഴാണ് ശരിക്കും ബ്യൂട്ടി വരുന്നത്. നമുക്ക് സംബന്ധിച്ച് നാട്ടിൽ കാണുന്ന പോലൊക്കെ തന്നെ കുറെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, പക്ഷെ കുറച്ച് ടണലിലേക്ക് കയറുമ്പോഴാണ് ഭയങ്കര രസം. അതുപോലെ ഇതിന്റെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇതിന്റെ ഈ ക്യാൻറ്റീൻ നിലയിൽ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ സീറ്റിലിരിക്കുക. അപ്പൊ അതായത് റൈറ്റ് സൈഡിൽ സീറ്റിലിരിക്കുക, തിരിച്ച് അവിടുന്ന് കൊണ്ടുവരാണ് ലെഫ്റ്റ് സൈഡിൽ സീറ്റിലിരിക്കുക. ഇതാണ് കുറച്ചും കൂടി എന്താ പറയുക ഏറ്റവും വ്യൂ കാണാൻ ബ്യൂട്ടിഫുൾ എന്നാണ് പൊതുവെ പറയുന്നത്. നിങ്ങളുടെ പേരെന്താ സഞ്ജീവൻ? സഞ്ജീവ ദളപട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ അടിപൊളിയാന്ന് പറഞ്ഞത്. വെള്ളച്ചാട്ടമൊക്കെ വരാണ്ട് നമ്മൾ വെയിറ്റിംഗിലാണ്. ഇതൊക്കെ നമുക്ക് നോർമലി ഒരു ടിപ്പിക്കൽ നമ്മളൊരു കേരളത്തിലെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ ഇന്ത്യൻ റെയിൽവേ എന്താണ് വ്യത്യസ്തമായിട്ട് ഒരു കോമ്പയാണ് നോക്കാം.
ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കാണാൻ പറ്റുന്നതല്ല. ഫസ്റ്റ് ക്ലാസ് ഫുള്ളി കംപ്ലീറ്റ്ലി ക്ലാസ്. അപ്പൊ അതിന് വലിയ കാര്യമില്ല, നമുക്ക് ഈ വ്യൂ അങ്ങനെ കിട്ടില്ല. സെക്കൻഡ് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാവുക, ലാസ്റ്റ് തേർഡ് ക്ലാസ്. ഇത് രണ്ടിലാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സീറ്റ്സും കുറെ ഫ്രീ ഉണ്ട്. ആരും അങ്ങനെ സീറ്റ് നമ്പറും നോക്കുന്നില്ല, നമുക്ക് എവിടെ വേണം കയറി ഇരിക്കാം. സോ സ്മൂത്ത് ആണ് കേട്ടോ, അടിപൊളിയാണ്. ഇപ്പൊ നമ്മളൊരു ഹാഫ് വേ പിന്നിടുന്നുള്ള ഇനി അങ്ങോട്ടുള്ള ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയി. നിങ്ങളുടെ നെയിം എന്നാ? എന്റെ പേര് ഹനാൻ. ഹനാൻ. എന്റെ പേര് മലയാളമാ? ബെൻഹർ. ബെൻഹർ. ബെൻഹർ ഹനാൻ. കൊളുമ്പ്. കൊളംബോ. ഓക്കെ. So our friends from Sri Lanka. அப்படி பார்க்கலாம். மெசேஜ் அனுப்புறீங்க இன்ஸ்டால் ബെൻഹർ. சரி ஆகலாம். നല്ല പയ്യന്മാരുണ്ടോ അമ്മമാര്? എന്താ പറയാ, ഇപ്പൊ ഇവിടെ കണ്ടാണ് ഇവന്മാർ എനിക്ക് കുറെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞത്. അടുത്ത പ്രാവശ്യം ശ്രീലങ്കയിൽ വരുമ്പോൾ വിളിച്ചാൽ മതി, നമ്മൾ കൂടെ വരാറുണ്ട്. അപ്പം ഇവരൊക്കെ ഇപ്പൊ സ്റ്റുഡൻസ് ആണ്, കറങ്ങാണ്. അപ്പൊ ഇവരിപ്പോ ഇറങ്ങിയിരിക്കുന്ന സ്റ്റേഷന്റെ പേരാണ് നാനുവോയ. ഈ നാനുവോയില് ഒരു അടിപൊളി വാട്ടർഫാൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ വരുന്ന വൈകി ഞാൻ കണ്ടു. അപ്പം നല്ല വാട്ടർഫാൾസ് ആണ് ഇവിടുന്ന്, പക്ഷെ കുറച്ച് ലോങ് ആണ് എല്ലാം. അപ്പൊ ഇവിടെ ഇറങ്ങണം എന്നുള്ളവർക്ക് മാത്രം ഇവിടെ ഇറങ്ങാം. മൂന്നര പറഞ്ഞ കറക്റ്റാ 15 മിനിറ്റ് ഡിലേ. രാവിലെ ഉണ്ടായിരുന്ന ഡിലേ അത് മെയിൻറ്റെയിൻ ചെയ്തു. 3:45 3:50 ആയപ്പോഴേക്ക് നമ്മളിവിടെ എത്തി. അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രെയിൻ ജേർണി കഴിഞ്ഞു. അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ ഭയങ്കര ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകണം. ഇതാണ് എല്ലാ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ഇനി
നമ്മുടെ ഹോസ്റ്റലിലേക്കാണ്, ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലില്. ഇതൊരു മെയിൻ സ്പോട്ടാണ് ഈ ക്യാൻഡി പറഞ്ഞ പോലെ തന്നെ അല്ലേ. അപ്പൊ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് കാര്യങ്ങള്, ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പിക്ക് ചെയ്യാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ട്രെയിൻ ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടിലും ട്രെയിൻ ജേണി ആയിരുന്നു. എന്താ പറയാ, ആ ഹൈപ്പിനുള്ളതുണ്ട്. അതിന്റെ ഇടയിൽ മയംകുടി പോയത് അടിപൊളിയായി, നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഹാഫും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ സണ്ണിയാണ്, ഒരു നോർമൽ വെതറിലേക്ക് മാറി. ഇപ്പൊ ഞാൻ അവിടെ എത്തി, എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് ക്ലൗഡ് ഉണ്ട്, അവിടെ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഒന്നെങ്കിൽ എല്ലേന്ന് ക്യാൻറ്റീനിലേക്ക്, അല്ലെങ്കിൽ ക്യാൻറ്റീന് എല്ലയിലേക്ക്, രണ്ടായാലും അടിപൊളിയാണ്. നൂറാലിയ പോകണം എന്നുള്ളവർക്ക് നൂറാലിയ ഇങ്ങോട്ട് വന്നാലും മതി, അത് വേറെ റൂട്ടാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇൻബിറ്റ്വീൻ ഉണ്ടല്ലോ, ഒരു 3-4 മണിക്കൂർ കിടിലൻ റൂട്ടായിരുന്നു കേട്ടോ അത്, എല്ലാം കണ്ട്. സോ ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റല്, അടിപൊളി ഒരു ഹോസ്റ്റലാണ്. ജസ്റ്റ് ഉള്ളിൽ 2 സിംഗിൾ ബെഡ്സ് ആണ് വരുന്നത്. ജസ്റ്റ് കാണിച്ചുതരാം. പക്ഷെ ഇതിനെക്കാളും ഇതിന്റെ ടോപ്പിലൊരു വ്യൂ ആണ് അടിപൊളിയായിട്ടുള്ളത്. സോ ഇതായിരുന്നു നമ്മൾ നിൽക്കുന്ന 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഫാമിലി റൺ ചെയ്യുന്ന ബിസിനസ്സാണ്, അടിപൊളിയാണ് ശരിക്കും. എല്ലാ സ്റ്റേഷനിന് ഒരു 5 minutes വാക്കിങ് അത്രേ ഉള്ളൂ. പിന്നെ രസം എന്ന് വെച്ചാൽ അതിന് ടോപ്പിലാണ്. ഒക്കെ വാഷ്റൂംസ് ആണ് പ്രശ്നം. വാഷ്റൂം ഇതാ ഈ പുറത്ത് കാണുന്നതാണ്. പക്ഷെ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇവിടെയും കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പുറത്തേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, ഇത് അമേസിങ് ആണ് കേട്ടോ, അടിപൊളിയാണ്. എല്ലാ ടൗണും കാണാം. രാത്രിയൊക്കെ ഇവിടെ അങ്ങനെ ചുമ്മാ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കുക. നല്ല സെറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ പേയ്മെൻറ്റേ ഉള്ളൂ, അറൗണ്ട് 20 dirhams അങ്ങനെ എന്ത് വരുന്നുള്ളൂ കോസ്റ്റ്. പക്ഷെ നമ്മളൊരു ബൈക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് 2500 പറഞ്ഞത്. ബാർഗൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് ടൈമില്ല. പിന്നെ ഓൾമോസ്റ്റ് 30 dirhams ഓക്കെ. നമുക്ക് നാളെ ഉച്ച വരെ നമ്മൾ പോകുന്നതിനുള്ളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മള് ബൈക്ക് എടുത്ത് നേരെ അങ്ങനെ ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ ഫ്യൂവൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂവൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നല്ല പ്രൈസ് ഉണ്ട് ശരിക്കും. ഇവിടെ തന്നത് ഒരു ഇഷ്യൂവിന് ശേഷം ശരിക്കും കൂടിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഉള്ളേരിയ കൂടെ പോവാണ്, കാരണം ഇവിടെ ലോക്കൽസ് പറഞ്ഞ വഴിയാണ്. നയനാർസ് ബ്രിഡ്ജിലേക്ക് ട്രെയിൻ വരുന്നത് കാണാൻ എളുപ്പമുള്ള വഴി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന ഇതാണ് ആക്ച്വലി നയനാർസ് ബ്രിഡ്ജ്. എന്തുകൊണ്ടാണ് ഇതിനെ നയനാർച്ച് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു 9 ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർച്ചാണ് ഈ കാണുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഇടയിൽ ലോക യുദ്ധം വന്ന സമയത്ത് വർക്ക് കുറെ ബുദ്ധിമുട്ടി, പിന്നെ ലോക്കൽസിനൊക്കെ വെച്ചിട്ട് തീർത്താണ്. ഇവിടെയുള്ള ലോക്കൽ സാൻഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത്. അതായത് ട്രാൻസ്പോർട്ടിന് ബുദ്ധിമുട്ട് വന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റാണ്ടായപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അതിന്റെ മേലൊക്കെയുള്ള ഗസ്റ്റ് ഹൗസ് പൊള്ളിയായിരിക്കും കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ നയനാർച്ച് കൂടെ പോകുന്നത് കാണാൻ പറ്റും. വേറെ പ്രത്യേകിച്ചില്ല, ഒരു റെയിൽവേ പാളം അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയും കാര്യങ്ങളുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ കുറെ ആൾക്കാർ മേലെ നിന്ന് വരുന്നുണ്ട്. ഒരു വ്യൂ പോയിന്റ് ആണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ ടു ദ ടോപ്പ്. നമ്മുടെ നല്ല ലേറ്റായി. ഇന്നിപ്പം ലിറ്റിൽ സ്പീക്ക് കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. ഇത് നമുക്ക് മേലെ ഒരു ടോപ്പ് വ്യൂവിൽ എത്തിയാൽ കാണാൻ പറ്റുന്ന നയനാർസിന്റെ വ്യൂ ആണ് കേട്ടോ. ഞാനവിടെ ഇരിക്കുന്ന ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ട്രെയിൻ കറക്റ്റ് കാണാൻ പറ്റും. പക്ഷെ ട്രെയിൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, അവിടുന്ന് ഇങ്ങോട്ടേക്കല്ല വരുന്നത്. ഇവിടെ നമുക്ക് ഫുള്ള് ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഈ ഒരു എന്താ പറയാ ട്രെയിന് പോകുന്നത് കാണാൻ വേണ്ടിട്ട്. പക്ഷെ ഇതൊക്കെ മെയിൻലി എനിക്ക് തോന്നുന്നു ഫുള്ള് ലോക്കൽസാണ്. ഉയ്യോ എൻ്റെ മോനെ, താഴോട്ട് നോക്ക്, കിട്ടിലും പോലെ. ഞാൻ കുറച്ച് ലോങ്ങുള്ള വേറെ സ്ഥലത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിൻ ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ട്രെയിൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞ് നോക്കാം. ലിറ്ററലി എല്ലാവരും പൊട്ടന്മാരായി. ഇത്രയും ജനം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. 5:30 ഞാനിവിടെ വന്നിട്ടുണ്ട്. 5:30 ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിപ്പോൾ ഓൾമോസ്റ്റ് 6:15 ഇതുവരെ ട്രെയിൻ വന്നിട്ടില്ല. ഒന്നാമത് ടൈം പോയി. ഇപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക. ഈ വെളിച്ചത്ത് വന്നാലേ ട്രെയിൻ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. ലെറ്റ്സ് സീ നമ്മുടെ ട്രെയിൻ കാണാൻ പറ്റുന്നുള്ള വിശേഷിക്കുക. അല്ലെ പിന്നെ അതിനായിട്ട് നാളെ വരേണ്ടി വരും. എല്ലാവരും ഹാപ്പിയായി അങ്ങനെ അവസാനം കാത്തിരുന്ന് 6:30 ട്രെയിൻ വന്നത്. ഞങ്ങൾ 1 മണിക്കൂറിനടുത്തായി കാത്തിരുന്നത്. ഇത്ര നേരത്തെ വരേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ലൈറ്റും പോയി, ഒരു വ്യൂ അങ്ങോട്ട് കിട്ടിയതുമില്ല.
എനിവേ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് പങ്കൊക്കെ അതിൽ നിങ്ങൾ നോക്കിയിട്ട് ആ ടൈമിനൊക്കെ അനുസരിച്ച് വന്നാൽ മതി. ഏർലി മോർണിംഗ് ആണ് ബെസ്റ്റ്. ഇതാണ് ശ്രീലങ്കയിലെ റൈസ് ആൻഡ് കറി. നമ്മൾ നല്ല വിശന്ന് വന്നപ്പോൾ ഇനി അത് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത ഐറ്റംസ് ആണ്. റൈസ് ഉണ്ട്, പിന്നെ ഇത് ദാലാണ്, ഇത് നമ്മളെ ഇന്നത്തെ ഉപ്പേരി, അങ്ങനെ ഒരു 4 കറികളാണ് ഇവർ പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു പപ്പടം, സലാഡ്, പിന്നെ ചിക്കൻ കറി. അത് നമ്മൾ കഴിച്ചു നോക്കണം. ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. ശ്രീലങ്കയിലെ 3ാമത്തെ ദിവസം. നമ്മൾ ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് നെല്ലയിലേക്ക് രാവിലെ ട്രെയിനിന് വന്നു. ജേണിയൊക്കെ നമ്മൾ കാണിച്ചു. അമേസിങ് ആയിരുന്നു, അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് എത്തി. അതിനുശേഷം നമുക്ക് നയനാർസി ബ്രിഡ്ജ് മാത്രമേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെയും കുറച്ച് പറഞ്ഞ മാതിരി മഴൻ്റെ പ്രശ്നങ്ങളും, പിന്നെ നയനാർസി ബ്രിഡ്ജിലെ ട്രെയിൻ വരുന്ന വെയിറ്റ് ചെയ്ത് കുറേ സമയം പോയി. അപ്പോൾ ഇപ്പം പോയി നമ്മൾ റൈസ് ആൻഡ് കറിയും ട്രൈ ചെയ്തു. ആ ഫുഡിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഫുഡ് നല്ല എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈഡ് ഐറ്റംസ് എല്ലാം കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ചിക്കനും കറിയും തമ്മിൽ യാതൊരു ബന്ധവും കണ്ടില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ച് നോക്കി, അത് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം അത് തിരിച്ചു വന്ന് ഇനിയിപ്പം ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാം. നാളെ ഏർലി മോർണിംഗ് 5 മണിക്ക് വേണം നമുക്ക് ലിറ്റിൽ ആദംസ് പീക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ വൈൻഡിങ് അപ്പ് ഡേ 3, സൈനിങ് ഓഫ്.